ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക ടി വിയിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്തികയുടെ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ എടുത്ത് നോക്കിയതും അത് അജയന്റെ കോളാണെന്ന് കണ്ടതോടെ അവന്തിക ടി വിയുടെ സൗണ്ട് കുറച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്തു. വീഡിയോ കോൾ ചെയ്യുന്ന അജയൻ കോൾ അറ്റൻഡ് ചെയ്ത അവന്തികയോട് ചോദിച്ചു, ചേച്ചിയെ ഞാനിപ്പോൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അല്ല, നീ എന്തിനാ തെരുതിൽ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? എന്താ അജയ കാര്യം? നീ കാര്യം പറ എന്ന് പറഞ്ഞതും അജയൻ പറഞ്ഞു, അതെ, ഞാൻ വിളിച്ചെന്താന്ന് വെച്ചാ, ഞാൻ ഇപ്പോ വിവാഹത്തിന് വേണ്ടി ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു. നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സല്ലേ, അത് അവൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ചേച്ചിയെ വിളിച്ചത്. വേറൊന്നും കൊണ്ടല്ല, ഇത് അനഘയ്ക്ക് ഇഷ്ടപ്പെടുന്ന കളറാണെന്നറിയാൻ. അനഘയുടെ വിവാഹമല്ലേ വരുന്നത്, അപ്പോൾ ഞാൻ അനഘയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വെക്കുന്ന ഡ്രസ്സുകളെ കുറിച്ച് ചേച്ചിയുടെ ഒരു അഭിപ്രായം കേൾക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ അമതിയ പറഞ്ഞു, അജയ, അതിനിപ്പോ നീ വിളിക്കുന്നത് എന്തിനാ? ഇപ്പോ ആ വിവാഹത്തെക്കുറിച്ച് നമ്മൾ ഉടനെ ഒരു തീരുമാനത്തിൽ എത്താമെന്നല്ലേ പറഞ്ഞത്. പിന്നെ നീ ഇത്ര പെട്ടെന്ന് തിടുക്കം കാട്ടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അജയൻ പറഞ്ഞു, ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അടുത്ത കോടതി കൂടുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണേ. അതിനാണ് വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അപ്പോൾ അതിനുവേണ്ടിയാ ഞാൻ ചേച്ചിയെ വിളിച്ചത്. ഇനി ഞാൻ ചേച്ചിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചേച്ചി ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കുന്നത് എന്താന്ന് ഇപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ലേ? വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അനഘയുടെ ടേസ്റ്റൊക്കെ ചേച്ചിക്കല്ലേ അറിയാവുന്നത്. ഭാവി വധുവിനെ കുറിച്ച് ഞാൻ ചില സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ അക്കാര്യം ഓർത്ത് ഞാൻ ആശങ്കപ്പെടണ്ടല്ലോ. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്നൊക്കെ, ആ ടേസ്റ്റ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അതിനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അല്ല, ഞാനെടുത്ത ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്ന് ചോദിച്ചു. അവന്തിക പറഞ്ഞു, പിന്നെ നിന്റെ സെലക്ഷനല്ലേ, കൊള്ളാം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്, എന്നാ ശരി, ഞാൻ ഫോൺ വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക വേഗം ഫോൺ കട്ട് ചെയ്തു. ഈ സമയത്ത് അജയന്റെ അഭിപ്രായങ്ങൾ കേട്ട അവന്തിക, അജയൻ ഇത്ര വേഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അനഘയുമായിട്ടുള്ള വിവാഹം ഉടനെ തന്നെ നടത്തണമെന്ന് അജയൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണവും അതിൽ നിന്നെങ്ങനെ അവന്തിക അനഘയെ താൻ രക്ഷിക്കും എന്നൊക്കെ അവന്തിക ആലോചിച്ചു. അജയൻ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ലല്ലോ. ഇനിയും അവൻ ഓരോരോ കാര്യങ്ങൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടേ തീരൂ എന്ന് അവന്തിക മനസ്സിലങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് റൂമിലെത്തിയ സച്ചി ആകെ വിഷമത്തോടെ അവിടെ ബെഡിൽ കിടക്കുന്ന കാഴ്ച കണ്ടത്. എന്താ കാര്യം എന്നറിയാനായി അർച്ചന അരികിലേക്ക് എത്തി. സച്ചി ആകെ ആലോചനയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അർച്ചന അരികിലേക്ക് വന്ന് പറഞ്ഞു, സച്ചിയേട്ടനെ വല്ലാത്ത വിഷമമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, എന്തു പറ്റി? സച്ചിയേട്ടനാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. സച്ചിയേട്ടൻ ഭക്ഷണം കഴിക്കാനൊന്നും വരുന്നില്ലേ എന്ന് അർച്ചന അന്വേഷിച്ചു. സച്ചി പറഞ്ഞു, അർച്ചന, ഞാൻ മറ്റൊരു ആശങ്കയിലായിരുന്നു. ഇന്നത്തെ എൻ്റെ പ്രവൃത്തി അർച്ചനെ വല്ലാതെ വേദനിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചതും, അക്കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാണ്, പെട്ടെന്ന് എനിക്ക് അങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നിയത്, അതുകൊണ്ടാണ് അതെല്ലാം സംഭവിച്ചതെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടന് തന്നെ അക്കാര്യം പറയുമ്പോൾ വല്ലാത്തൊരു ആശങ്കയും ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ. അത് തന്നെയാണ് ഇപ്പോൾ എനിക്കും സച്ചിയേട്ടനോട് പറയാനുള്ളത്. സച്ചിയേട്ടൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് ഒട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമായിപ്പോയി. എന്തായാലും ഇനി അതിനെക്കുറിച്ച് സച്ചിയേട്ടൻ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതിന് ഒരിക്കലും അത് ഒരു ന്യായീകരണമായി മാറില്ല. അല്ലെങ്കിൽ അതൊരിക്കലും സച്ചിയേട്ടനെ സംബന്ധിച്ച് അത് ശരിയായ കാര്യവുമല്ല എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറഞ്ഞു, എടോ, എന്താണ് എനിക്കപ്പോൾ സംഭവിച്ചതെന്നറിയില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സ് അങ്ങനെയൊന്ന് ചിന്തിച്ചു, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. താൻ എന്നോട് ക്ഷമിക്കേ. എടോ, ഞാൻ എത്ര വേണമെങ്കിലും തന്നോട് ക്ഷമ ചോദിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമ്മുടെ പ്രശ്നം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ സച്ചിയേട്ടാ. ഒരു കാര്യം സച്ചിയേട്ടനോട് എനിക്ക് പറയാനുള്ളൂ. ക്ഷേത്രത്തിൽ അവരങ്ങനെ സംസാരിച്ചെന്ന് വെച്ച് നമുക്കിടയിലുള്ള ആശങ്കയും നമ്മുടെ സങ്കടവും നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ. അത് നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ പ്രകടിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞു അർച്ചന റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അർച്ചന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് സച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്തും അർച്ചന ഒന്നുകൂടി ആശങ്കപ്പെട്ടു. അതിനുശേഷം സന്ധി ഡോക്ടറെ കാണാനായി സച്ചി എത്തുന്നു. സന്ധി ഡോക്ടറോട് സച്ചി സംസാരിച്ചു. ഡോക്ടർ, എനിക്ക് ഒരു കാര്യത്തിനാണ് മറുപടി കിട്ടേണ്ടത്. ഡോക്ടറോട് എനിക്ക് ചോദിക്കാനുള്ളതും ഒന്ന് മാത്രമാണ്. അർച്ചനയുടെ ഇപ്പോൾ പെട്ടെന്ന് ഡോക്ടർ എന്നെ കാണാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം എന്താണെന്നും എനിക്കറിയാം. അർച്ചനയുടെ അമ്മയും അച്ഛനും വിളിച്ചിരുന്നു അല്ലേ? മാഷും കമലമ്മയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട്. അതുകൊണ്ടല്ലേ എന്നെ ഇപ്പോൾ കാണുന്നത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ
സന്ധി ഡോക്ടർ പറഞ്ഞു. അതെ, അർച്ചന ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് ഞാൻ സച്ചിയോട് പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അവരെ ചെന്ന് സച്ചി കുറ്റപ്പെടുത്തുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്തപ്പോൾ സച്ചിക്ക് എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അത് കേട്ട സച്ചി പറഞ്ഞു, എനിക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവന്തികേടത്തി എന്നോട് പറഞ്ഞതുപോലെ തന്നെ അവന്തികേടത്തി പറഞ്ഞതും അവർ അവന്തികേടത്തിയെ ചതിച്ചു എന്ന് മാത്രമാണ്. വിവാഹ സമയത്തോട് അടുത്തപ്പോഴാണ്, നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇക്കാര്യം അവർ പറഞ്ഞെന്നും, അത് മാത്രമല്ല ഇക്കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എന്നോട് ഇക്കാര്യം മറച്ചു വെക്കാനായി കാരണവും അന്ന് അച്ഛൻ ഹോസ്പിറ്റലായിരുന്നു എന്ന ഒറ്റ കാര്യമാണ് അവന്തികേടത്തി പറയുന്നത്. പക്ഷേ എൻ്റെ മനസ്സിപ്പോഴും പറയുന്നു, എന്തൊക്കെയോ ഞാൻ അറിയാത്ത എന്തൊക്കെയോ ഇതിന് പിന്നിലുണ്ട് എന്ന് സച്ചി ആശങ്കയോടെ സന്ധി ഡോക്ടറോട് അറിയിച്ചു. ഇത് കേട്ട സന്ധി ഡോക്ടർ പറഞ്ഞു, സച്ചി എനിക്കൊന്നേ പറയാനുള്ളൂ. സച്ചി അവന്തികയോട് സംസാരിച്ചപ്പോൾ അർച്ചനയുടെ അച്ഛനമ്മമാർ മനഃപൂർവ്വം ചതിച്ചുവെന്നാണ് പറഞ്ഞത് അല്ലേ? എന്നാൽ അവരോട് സച്ചി സംസാരിച്ചപ്പോൾ അവരെന്താ സച്ചിയോട് പറഞ്ഞത്? അവന്തിക്ക് ഇക്കാര്യം അറിയാമായിരുന്നു എന്നുള്ള കാര്യം പോലും അവർ സച്ചിയോട് അറിയിച്ചില്ലല്ലോ. അതിൽ നിന്ന് സച്ചിക്ക് എന്താ മനസ്സിലാവുന്നത്? സത്യത്തിൽ അവർ അക്കാര്യം സച്ചിയോട് പങ്കുവയ്ക്കാതിരുന്നതിന്റെ കാരണം എന്തെന്ന് സച്ചിക്ക് അറിയാമോ? സച്ചിയോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചി ഉടനെ വന്ന് അവന്തികയോട് ഈ കാര്യത്തെക്കുറിച്ചൊരു ചോദ്യം ചെയ്യലുണ്ടാവും. അങ്ങനെ അവന്തികയോട് സംസാരിക്കുമ്പോൾ അങ്ങ് ആ രീതിയിൽ വീട്ടിലുള്ളവരെല്ലാവരും അറിയും. അത് മാത്രമല്ല അർച്ചനയും അത് അറിയാനിടയാവും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് അവർ മനഃപൂർവ്വം ഇക്കാര്യം അവന്തിക അറിഞ്ഞിരുന്നു എന്നുള്ള സത്യം മറച്ചുവെച്ചത് എന്ന് സന്ധി ഡോക്ടർ സച്ചിയെ ഓർമ്മപ്പെടുത്തുന്നു. സച്ചി അതെല്ലാം കേട്ടതിന് ശേഷം അവന്തിയോട് അനഘയോട് പറഞ്ഞു, സന്ധി ഡോക്ടറോട് പറഞ്ഞു, അല്ല എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഡോക്ടർ. ഇപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവന്തികേടത്തിയും മറ്റെല്ലാവരും പല രീതിയിലും ഇപ്പോൾ അർച്ചനയെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തീരുമാനം എത്താൻ കഴിഞ്ഞു. ഞാൻ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഏത് വിധേനയും അർച്ചനയെ ഇനി ചികിത്സിപ്പിക്കണം. എങ്ങനെയും ഞങ്ങൾക്കൊരു കുഞ്ഞു വേണം, അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനു വേണ്ടി ഞാൻ പ്രയത്നിക്കാൻ പോവുകയാണ്. അതിനുവേണ്ട ചികിത്സകൾ, അർച്ചനയുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ടുന്ന ചികിത്സ ഞാൻ ഉടനെ തന്നെ നൽകും. അതിനാദ്യം അർച്ചന സത്യം അറിയണം, അതാണ് വേണ്ടത്. അതിനുള്ള നീക്കത്തിലാണ് ഞാൻ. അതിനു മുൻപ് ചില കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതിനുശേഷം അർച്ചന സത്യങ്ങൾ അറിയട്ടെ. അർച്ചന അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് എന്നുള്ള സ്വപ്നം ഉടനെ സഫലമാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് സത്യാവസ്ഥ അർച്ചന മനസ്സിലാക്കുകയും അതിനുശേഷം എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ഇതിന് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകും. ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയിട്ടാണെങ്കിലും എനിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞെന്നുള്ള ആ സത്യം, ആ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങും. അത് തീർച്ചയാണ് എന്ന് സച്ചി സന്ധി ഡോക്ടറോട് അറിയിച്ചു. അതിനുശേഷം അനഘ ഷോപ്പിങ്ങിന് പോയി പുറത്തു വെച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തെ അതുവഴി നടന്നു വരുന്ന സമയത്ത് അവിടെ വെച്ച് അജയൻ അനഘയെ കാണാനിടയാകുന്നു. അജയൻ വേഗം അനഘയുടെ അരികിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, അനഘ നീ വണ്ടി കയറിക്കോ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. അത് കേട്ട അനഘ പറഞ്ഞു, മാറുന്നുണ്ടോ? നീ എന്ത് പറയാനാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അനഘയുടെ പിന്നാലെ അജയൻ എത്തിയിട്ട് പറഞ്ഞു, അതെ നമ്മൾ തമ്മിൽ ഇവിടുന്ന് സംസാരിക്കുന്നത് കണ്ടാലേ ആർക്കും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അനഘ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, നീ എൻ്റെ ചേച്ചിയുമായിട്ട് ചില ഇടപാടുകൾ എന്നെ കൊണ്ടുവന്ന് എനിക്കറിയാം. പക്ഷെ എന്ന് വെച്ച് എൻ്റെ ചേച്ചിയോടുള്ള ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് എൻ്റെ അടുത്ത് ആ സ്വാതന്ത്ര്യം ഇറക്കാൻ നീ നോക്കണ്ട. എന്തായാലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കുക ചെയ്യാം, ഒരു കാരണവശാലും നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞാനും നീയും തമ്മിൽ യാതൊരു ഇടപാടുമില്ല. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ അടുത്ത് കാണിക്കുന്ന സ്വാതന്ത്ര്യം എൻ്റെ അടുത്ത് ഇറക്കാൻ വന്നാലുണ്ടല്ലോ നീ വിവരം അറിയും എന്ന് ദേഷ്യത്തോടെ അനഘ അജയനെ ശാസിക്കുമ്പോൾ അജയൻ പറഞ്ഞു, അതെ നീ ദേഷ്യപ്പെടുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ? അതെ ഇനിയിപ്പോ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അനഘ, കാരണം ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവല്ലേ. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു ബഹളം വെക്കുന്നതിൻ്റെയോ ഇങ്ങനെ ഒരു പരസ്പരം കുറ്റപ്പെടുത്തലിൻ്റെയോ കാര്യമില്ല. ഞാൻ ഉടനെ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിവാഹം ചേച്ചി തീരുമാനിച്ചു കഴിയുകയും ചെയ്തു. അതുകൊണ്ട് ഈ സത്യാവസ്ഥ നിന്നോട് പറയാൻ കൂടിയാ ഞാനിപ്പോൾ വന്നത്. സത്യത്തിൽ നീ എന്നോട് ദേഷ്യപ്പെടുന്നത് കാണാൻ വലിയ ചന്തമാണ് എന്ന് പറഞ്ഞ് അജയൻ അനഘയോട് സംസാരിച്ചങ്ങ് നിൽക്കുമ്പോൾ അനഘ അജയന്റെ വാക്കുകൾ കേട്ട് കലിയോടെ നോക്കുന്നു. എൻ്റെ വിവാഹം നിശ്ചയിക്കുന്നത്, ആരെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ എൻ്റെ ചേച്ചിയല്ല. അതുകൊണ്ട് നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ പിന്നാലെ വരണ്ട ചെയ്യാം. എന്തായാലും നീ ഈ പറഞ്ഞതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അജയനോട് കലിയോടെ അനഘ സംസാരിക്കുമ്പോൾ അജയൻ പറഞ്ഞു, അതെ ഇനി കൂടുതലൊന്നും അറിയാനോ പറയാനോ ഇല്ല. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. നമ്മുടെ വിവാഹം
ഉടനെ തന്നെ നടക്കും, അത് തീർച്ചയാണ് എന്ന് അജയൻ അനഘയോട് പറയുകയും അക്കാര്യം ഇനി അവന്തികേട്ടത്തിയും ഞാനും തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും അതിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും എന്നെല്ലാം പറയുമ്പോൾ അനഘ പറഞ്ഞു, എന്നാലേ എൻ്റെ വിവാഹകാര്യം ആരോടൊപ്പം ഞാൻ വിവാഹം കഴിക്കുമെന്നുള്ള കാര്യവുമൊക്കെ അത് ഞാൻ തീരുമാനിക്കും. എന്തായാലും ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ടെന്ന് പറഞ്ഞ് അനഘ കലിയോടെ നേരെ നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു. അവിടേക്ക് വന്ന അനഘ അവിടെ ഹാളിലിരുന്ന് മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന അവന്തികയെ കണ്ടു. വേഗം തന്നെ തൻ്റെ ആ ലഗേജുകളൊക്കെ അവിടെ വെച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന കവറുകളെല്ലാം അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അനഘ അവന്തികയുടെ അരികിലേക്ക് ചെന്നു. അവന്തികയോട് ദേഷ്യത്തോട് ചോദിച്ചു, അത് ശരി, ചേച്ചി ഇവിടെ ഇരുന്ന് മാഗസിൻ വായിച്ച് ആസ്വദിക്കാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവന്തി ചോദിച്ചു, എന്താ അനഘേ, എന്താ കാര്യം, നീ കാര്യം പറ, ഞാൻ അറിഞ്ഞത് സത്യമാണോ എന്നറിയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞതും, നീ എന്താ അറിഞ്ഞെന്ന് പറയാതെ ഞാൻ എങ്ങനെയാ സത്യമാണല്ലോ എന്ന് പറയുന്നത് എന്ന് അവന്തിക ചോദിച്ചിട്ടും ഉടനെ അനഘ പറഞ്ഞു, അതെ, ഞാനും ആ അജയൻ എന്ന് പറയുന്നവനുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണെന്ന് അവൻ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി പറഞ്ഞു. എന്താ ചേച്ചി അങ്ങനെ വല്ല വാക്കും അവന് കൊടുത്തിട്ടുണ്ടോ എന്ന് അവന്തികയോട് അനഘ ചോദിച്ചു. അവന്തിക അത് കേട്ട് ആകെ ടെൻഷനായി നിൽക്കുമ്പോൾ അനഘ പറഞ്ഞു, ചേച്ചി കാര്യം പറ, അവൻ വെറുതെ എൻ്റെ അടുത്ത് ഓവർ സ്മാർട്ട് ആകാനും എൻ്റെ അടുത്ത് ഇത് സ്വാതന്ത്ര്യം എടുക്കാനും ശ്രമിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവൻ എൻ്റെ അടുത്ത് സ്വാതന്ത്ര്യത്തോടെ വന്ന് സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്തതിൻ്റെ പിന്നിൽ ചേച്ചി അവൻ എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ചേച്ചിക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചതാണോ, ചേച്ചി അങ്ങനെ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അബദ്ധമല്ല മോളെ, ഞാൻ കൃത്യമായി ആലോചിച്ച് മനസ്സിരുത്തി തന്നെ ചെയ്ത കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അനഘ ആകെ ഞെട്ടി. എന്താ ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചിട്ടും അവന്തിക പറഞ്ഞു, അതെ, ഇല്ലായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ നിമിഷം നമ്മൾ രണ്ടുപേരും ജയിലിലായേ ആകുമായിരുന്നു. കാരണം എൻ്റെ നേരെ ഇവിടെ വന്ന ആ കമ്മീഷണറുടെ സംശയങ്ങൾ, അയാളുടെ അന്വേഷണം എൻ്റെ നേരെ തിരിയുന്നു എന്ന സാഹചര്യത്തിൽ ഞാൻ അജയനോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് കുറ്റമെല്ലാം അവൻ സ്വയം ഏറ്റോളാമെന്ന്. പക്ഷേ അവൻ കുറ്റമേൽക്കുമ്പോൾ അവൻ എന്നോട് ആവശ്യപ്പെട്ടത് പകരം അവൻ്റെ ജീവിതത്തിലേക്ക് നിന്നെ സമ്മാനമായി നൽകണമെന്നതായിരുന്നു. അവൻ നിന്നെ വിവാഹം കഴിക്കുമെന്നായിരുന്നു അവൻ എന്നോട് ആവശ്യപ്പെട്ടത്. എൻ്റെ അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ ഇതല്ലാതെ വേറെ പോംവഴിയില്ലായിരുന്നു. അല്ലെങ്കിൽ കേക്കിൽ വിഷം കലർത്തി എന്നുള്ള ആ കുറ്റത്തിൽ നമ്മൾ ജയിലിൽ പോകുമായിരുന്നു എന്ന് അവന്തിക അനഘയോട് അറിയിക്കുമ്പോൾ അനഘ പറഞ്ഞു, ചേച്ചി ഇതിലും ഭേദം അത് തന്നെയായിരുന്നു. അവനെ പോലെ ഉള്ള ഒരു ഫ്രോഡിനെ വിവാഹം കഴിക്കാനായി എന്നോട് പറയുന്നതിനേക്കാൾ ഭേദം ജയിലിൽ പോയി ജീവിക്കുന്നത് തന്നെയാണ്. അതിനേക്കാൾ ഭേദം അത് തന്നെയായിരുന്നു. എന്തായാലും ഞാൻ ഒരിക്കലും ചേച്ചിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേച്ചിയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടായിരുന്നു ഞാൻ ഇത്രയും നാളും ചേച്ചിക്കൊപ്പം നിന്നത്. എൻ്റെ ചേച്ചിയോടുള്ള എൻ്റെ അമിതമായ സ്നേഹം. പക്ഷേ എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് ചേച്ചിയോട് മാത്രമേ ആ സ്നേഹമുള്ളൂ, മറിച്ച് ചേച്ചിക്ക് എന്നോട് അങ്ങനെ ഒരു സ്നേഹമില്ല എന്നുള്ള സത്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ ഒരു ചതി എന്നോട് ചേച്ചി കാട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ഒരു കാര്യം ചേച്ചി ഓർത്തു, അങ്ങനെ ഒരു നീക്കം അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അവൻ താലി കെട്ടുന്നത് എൻ്റെ കഴുത്തിലാവില്ല, ഈ അനഘയുടെ മരണശേഷമായിരിക്കും. ഈ അനഘയുടെ മരണമായിരിക്കും അതിനു മുൻപ് സംഭവിക്കുക. ചേച്ചി നോക്കിക്കോ, അല്ലാതെ ഒരിക്കലും അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടും വിഷമത്തോടെയും അവന്തികയുടെ അരികിൽ നിന്ന് അനഘ പോകുമ്പോൾ അനഘയുടെ ആ സങ്കടം കേട്ട് ആകെ ടെൻഷനിലായി അവന്തിക. അവന്തിക എന്ത് പറഞ്ഞ് അനഘയെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആകെ വേദനയോടെ നിൽക്കുമ്പോൾ അനഘ പറഞ്ഞു, ചേച്ചി ഇനി അതുപോലൊരു ഫ്രോഡിനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ചേച്ചി കൊണ്ടുവരാൻ നോക്കുന്നതെങ്കിൽ പിന്നെ ഈ അനഘ ജീവനോടെ കാണില്ല എന്ന് സത്യം തന്നെയാണ്. ഒരു കാര്യം ചേച്ചി മനസ്സിലാക്കിക്കും, ചേച്ചി ഈ കുടുംബത്തോട് ചേച്ചിയുടെ പക വീട്ടാനായി ശ്രമിക്കുമ്പോൾ ആ പക വീട്ടിൽ ഈ അനഘയെ പട്ടടയിലേക്ക് എടുത്തതിന് ശേഷമായിക്കൊള്ളട്ടെ അങ്ങനെ ഒരു പക വീട്ടൽ തുടങ്ങുന്നത്. ചേച്ചിയുടെ പക വീട്ടലിൻ്റെ തുടക്കം ഈ അനിയത്തിയെ പട്ടടയിലേക്ക് എടുത്തിട്ടായിക്കോട്ടെ എന്ന് അവന്തികയോട് അനഘ പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് അർച്ചന എത്തുന്നു. ഞാൻ ഈ ജന്മത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരാളുടെ കൂടെ ജീവിക്കാനേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ആ വിവാഹവും നടക്കാതെ പോയി. ചേച്ചി എന്നെ പലതവണ ആ ഒരു മോഹം എന്നെ മനസ്സിലുണ്ടാക്കി എന്നെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുപോയതാണ്. എന്നാൽ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ കതിർമണ്ഡപത്തിലേക്ക് ചേച്ചി എന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ, അതും അവനെ പോലെ ഒരുത്തൻ്റെ ജീവിതത്തിലേക്കാണെങ്കിൽ, പിന്നെ ഈ അനഘയ്ക്ക് ജീവൻ ബാക്കിയുണ്ടാവില്ല. നമ്മുടെ അച്ഛൻ എങ്ങനെയാ പോയതെന്ന് ചേച്ചിക്ക് അറിയാമല്ലോ. അതേ വഴിയിൽ തന്നെ അച്ഛന് കൂട്ടായി ഞാനും പോകും. ഇക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല എന്ന് അനഘ അവന്തികയോട് പറയുമ്പോൾ അനഘയുടെ ആ വാക്കുകൾ കേട്ട് അർച്ചന ഞെട്ടുകയും അതോടൊപ്പം തന്നെ അവന്തികയും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു. അനഘ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തി അവന്തികയ്ക്ക് ഒരു തീരുമാനമെടുക്കാനാകാത്ത
ആ ഒരു സാഹചര്യത്തിലേക്ക് വലിയൊരു ചോദ്യത്തിലേക്ക് കൊണ്ടുവന്ന് അനഘ അവന്തികയെ നിർത്തുമ്പോൾ അവരുടെ സംഭാഷണം കേട്ട അർച്ചനയും ഞെട്ടുന്നു.